നമസ്കാരം. 5 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന ഒരു കാർ, 6 എയർ ബാഗ്സ്, പ്രീമിയം ഫീച്ചേഴ്സ്, CNG ഓപ്ഷൻ, സേഫ്റ്റി റേറ്റിംഗ് കൊണ്ട് ഫേമസ് ആയ ഒരേ ഒരു ബ്രാൻഡ് ടാറ്റ ബ്രാൻഡ്. ഇത്രയും ഫീച്ചേഴ്സ് ഒരുമിച്ച് കിട്ടുമ്പോൾ ഇത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ഫാമിലികൾക്കുള്ള ഒരു പെർഫെക്റ്റ് ബഡ്ജറ്റ് കാർ ആണോ? യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ടാറ്റ ടിയാഗോയെ കുറിച്ചാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആളുകൾ കാറ് വാങ്ങുമ്പോൾ മൈലേജ് മാത്രം നോക്കുന്ന ഒരു കാലമൊന്നുമല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സേഫ്റ്റി, കംഫർട്ട്, നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സ്, ആ മെയിൻ്റനൻസ് എന്തൊക്കെ വരും, എത്ര വരും, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടാറ്റയുടെ ഈ ടിയാഗോ ഇപ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത്. നമസ്കാരം, ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു കാറിന്റെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് മാർക്കറ്റിലെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വീഡിയോ മുഴുവൻ കാണാൻ മറക്കണ്ട, കാരണം ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ഒരു കാറിന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ഫാമിലി കാറ് വാങ്ങുമ്പം എന്തൊക്കെയാണ് നോക്കാറ്? നമുക്ക് നല്ല മൈലേജ് കിട്ടണം അല്ലെ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് അധികം ആവരുത്, സേഫ്റ്റി നല്ലതാകണം, ആൻഡ് ലുക്സ് ഒരു സ്റ്റൈലിഷ് ആയിരിക്കണം, ഫീച്ചേഴ്സ് നമുക്ക് പ്രീമിയം ഫീല് തന്നെ തരണം, ആൻഡ് ബഡ്ജറ്റ് അധികമൊന്നും പാടില്ല, ഒരു 5 to 8 lakhs ഉള്ളിലായിരിക്കണം. സോ ഈ കാര്യങ്ങളെല്ലാം ഒത്തൊരു കാറ് വരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാറാണ് ടാറ്റ ടിയാഗോ. പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷൻ വന്നതിന് ശേഷം ഈ കാറ് വീണ്ടും ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. LED DRLs ഉണ്ട്, ആൻഡ് 10-inch ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്, ആൻഡ് വയർലെസ്, ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, 6 എയർ ബാഗ്സ്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. CNG ഓപ്ഷൻ ആൻഡ് AMG ഓപ്ഷൻ. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇപ്പം ടാറ്റ ടിയാഗോനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടാറ്റ ടിയാഗോയുടെ മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഈ ഒരു ടാറ്റ ടിയാഗോ യഥാർത്ഥത്തിൽ ഒരു വർത്ത് ബൈയിങ് ആണോ, അതോ ഞാൻ ഈ പറയുന്ന ഹൈപ്പ് മാത്രമേ ഉള്ളൂ? ഇതൊക്കെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ കാർ മാർക്കറ്റ് ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് ആളുകൾ മൈലേജ് മാത്രം നോക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. പക്ഷെ ഇപ്പം മൈലേജിനൊപ്പം തന്നെ ഇവിടെ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റിയും. എസ്പെഷ്യലി ഫാമിലി ആയിട്ടുള്ളവരാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത് എങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ കാർ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് ടാറ്റ കാസിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാനുള്ള ഒരു പ്രധാന കാരണം. പിന്നെ ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പണ്ടേ നമുക്ക് വളരെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും കൊണ്ടാണ് ടാറ്റ കാർസ് ഇപ്പോൾ മിഡിൽ ക്ലാസ് ബയേഴ്സിന്റെ ശ്രദ്ധ നേടുന്നത്. ഇനി നമുക്ക് കാറിന്റെ എക്സ്റ്റീരിയർ ലുക്സിനെ കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ടിയാഗോ റോഡിൽ കാണുമ്പോൾ ഒരു ബഡ്ജറ്റ് കാർ എന്ന ഫീൽ നമുക്ക് അധികം വരില്ല. കാരണം ഫ്രണ്ട് സൈഡിൽ തന്നെ നല്ല ഷാർപ്പ് LED DRLs നൽകിയിട്ടുണ്ട്. ഒരു ന്യൂ ഗ്രിൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ബമ്പറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു സ്പോട്ടി ബമ്പറാണ്. ഇതൊക്കെ കാറിന് കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്കാണ് കൊടുക്കുന്നത്. ആൻഡ് രാത്രി സമയങ്ങളിൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്താൽ നല്ല പ്രീമിയം ഫീല് തന്നെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ആൻഡ് സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അലോയ് വീൽസ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റിയർ സൈഡിൽ പുതിയ ടെയിൽ ലാമ്പ് ഡിസൈനും കൂടി നൽകിയിട്ടുണ്ട് ഈ ഒരു ടിയാഗോയിൽ. ഈ ഒരു സെഗ്മെന്റിൽ റോഡ് പ്രസൻസ് വളരെ നല്ലതാണ് എന്നതാണ് ടിയാഗോയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. സോ എക്സ്റ്റീരിയർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഇന്റീരിയർ ആൻഡ് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡോറും കൂടെ തുറക്കാം. ഡോറ് തുറന്ന ഉടനെ തന്നെ പലർക്കും ഒരു ഡൗട്ട് വരും, അതായത് ഇത് ശരിക്കും ഒരു ബഡ്ജറ്റ് കാർ തന്നെയാണോ? കാരണം കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ടെന്ന്. യെസ്, ഡാഷ്ബോർഡിന്റെ ഡിസൈന് നല്ല ക്ലീൻ ആൻഡ് മോഡേൺ ആണ്. ആൻഡ് മിഡിൽ വലിയ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ലഭിക്കും. സോ സ്റ്റിയറിംഗിൽ മ്യൂസിക് കൺട്രോളും നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെ ഒരു പ്രീമിയം ഫീലാണ് നൽകുന്നത്. റിയർ AC വെൻസ് നൽകിയിരിക്കുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. സോ കാറിനെ കമ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുമ്പോൾ എല്ലാവരും ഒരു അട്രാക്റ്റഡ് ആവും. ആൻഡ് ഓൾസോ സീറ്റിലേക്ക് വരികയാണെങ്കിൽ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് ഡ്രൈവിംഗ് പൊസിഷൻ ഇസ് ഓൾസോ ഗുഡ്. സിറ്റി ഡ്രൈവിംഗ്സിനും ഡെയിലി ഓഫീസ് യൂസേഴ്സിനും വളരെ ഈസി ആയിട്ടുള്ളൊരു ഫീല് നൽകുന്ന വണ്ടിയാണിത്. സോ ടിയാഗോനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എയർ ബാഗ്സിനെ കുറിച്ച് സംസാരിച്ചു. അതായത് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇന്നത്തെ ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, നമ്മളൊരു സ്കൂട്ടർ അല്ലെങ്കിൽ കാർ വാങ്ങാൻ ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യും, നമ്മൾ അതിന് റെഡിയാണ്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ
നമ്മൾ ഉണ്ടാക്കി വെച്ച സേവിങ്സ് ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വെറും 700 രൂപ മുതൽ 900 രൂപ വരെ മന്ത്ലി പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. അതുപോലെ 900 രൂപ മുതൽ 1000 രൂപ വരെ മന്ത്ലി എമൗണ്ടിൽ 2 കോടി മുതൽ 3 കോടി വരെ ടേം ഇൻഷുറൻസ് കവറേജ് ലഭിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഇപ്പം നിരവധി കമ്പനീസും പ്ലാൻസ് ഒക്കെ കാണും. സോ ഏതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നല്ലത് ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡിറ്റോ ഇൻഷുറൻസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ഒരു സെറോദ ബാക്ക്ഡ് കമ്പനിയാണ്. സോ കൺസൾട്ടേഷൻ, ക്ലെയിം സപ്പോർട്ട് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. കൂടാതെ സ്പാം കോൾസ് നിങ്ങൾക്ക് വരില്ല. ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടാറ്റ ടിയാഗോയുടെ ഫാമിലി യൂസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഒരു 4 അംഗമുള്ള കുടുംബത്തിന് ഈ ഒരു കാറ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. റിയർ സീറ്റിൽ 2 അഡൽസിനും ഒരു കുട്ടിക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ആൻഡ് ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിൽ ഗ്രോസറി ബാഗ്സ്, ട്രാവൽ ബാഗ്സ്, വീക്കെൻഡ് ലഗേജസ് എന്നിവയ്ക്കൊക്കെ വെക്കാനുള്ള ഒരു ആഡിക്വേറ്റ് സ്പേസ് അവിടെ ഉണ്ട്. ആൻഡ് ചെറിയ ഫാമിലി കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത് എങ്കിലും ഇത് വളരെ നല്ലൊരു വണ്ടിയാണ്. അതായത് 2 പേരാണെങ്കിലും 4 പേരാണെങ്കിലും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ്. ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എഞ്ചിൻ ആൻഡ് പെർഫോമൻസ്. എഞ്ചിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു കാറിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുന്നത്. സിറ്റി ഡ്രൈവിംഗിൽ നല്ല സ്മൂത്ത് ഫീൽ നൽകുന്നു. ട്രാഫിക്കിൽ ലൈറ്റ് സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ചും കൂടി ഈസിയാണ്. ക്ലച്ച് സോഫ്റ്റ് ആയതിനാൽ തന്നെ പുതിയ ഡ്രൈവേഴ്സിനും കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹൈവേയിൽ നല്ല സ്റ്റെബിലിറ്റി ഫീൽ നൽകുന്ന ഒരു കാർ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതായത് ഇതൊരു റേസിംഗ് കാറൊന്നും അല്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസിന് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അല്ലെങ്കിൽ അഗ്രസീവ് പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാറല്ല. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ഡ്രൈവിംഗ് ഫാമിലിക്ക് ടേൺ ചെയ്തൊരു എഞ്ചിനാണ് ഈ വണ്ടിക്കുള്ളത്. ഇപ്പൊ പലർക്കും വരുന്നൊരു ഡൗട്ടാണ് മാനുവൽ എടുക്കണോ അല്ലെങ്കിൽ AMT എടുക്കണോ എന്നുള്ളത്. സോ ഡെയിലി സിറ്റി ട്രാഫിക് കൂടുതലാണെങ്കിൽ AMT വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ക്ലച്ചിൽ കാല് വെച്ച് നമ്മളിങ്ങനെ റിലീസ് നമുക്ക് ഭയങ്കര ഒരു സ്ട്രെയിൻ ആയിരിക്കും. സോ ലെഗ് സ്ട്രെയിൻ നന്നായിട്ട് കുറയ്ക്കാൻ കഴിയും. ഡ്രൈവിംഗ് കുറച്ചും കൂടി ഈസി ആവാം. പക്ഷേ ഡ്രൈവിംഗ് കൺട്രോൾ കൂടുതലായിട്ട് വേണം. മൈലേജ് കുറച്ചും കൂടി കൂട്ടി കിട്ടണം എന്നൊക്കെയാണെങ്കിൽ മാനുവൽ ആണ് ബെറ്റർ ഓപ്ഷൻ. CNG ഓപ്ഷനും ഈ കാറിന് അവൈലബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ കാറിന് വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണത്. CNG ഓപ്ഷൻ ഇസ് അവൈലബിൾ. സോ ഫ്യൂൽ പ്രൈസ് കൂടുന്ന ഈ ഒരു സമയത്ത് CNG നമുക്ക് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും ക്യാബ് യൂസ് ചെയ്യുന്നവരൊക്കെ കൂടുതൽ റണ്ണിങ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവർക്കെല്ലാം ഈ ഒരു ടിയാഗോ CNG ഒരു സ്മാർട്ട് ചോയ്സ് ആയിട്ട് തോന്നും. ടാറ്റയുടെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനാൽ തന്നെ ബൂത്ത് സ്പേസ് മുഴുവൻ നിങ്ങൾക്ക് നഷ്ടമാകുന്നില്ല ഈ ഒരു വണ്ടിയുടെ. അതൊരു പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് മൈലേജിനെ കുറിച്ച് പറയാം. സോ പേഴ്സണൽ വേർഷനിൽ ഏകദേശം 18 മുതൽ 20 kmpl വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് മൈലേജ് മാറും കേട്ടോ. ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനി CNG വേർഷനിലാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം 26 കിലോമീറ്റർ പ്ലസ് മൈലേജ് വരെ നിങ്ങൾക്ക് ലഭിക്കാം. അതുകൊണ്ട് തന്നെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറയും. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഏറ്റവും ആളുകൾ ഫാമിലി നോക്കുന്ന ഒരു കൺസേൺ ആണ് സേഫ്റ്റി ഫീച്ചേഴ്സ്. അതിലേക്ക് നമുക്ക് കിടക്കാം. ടാറ്റ ടിയാഗോയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. ഏറ്റവും അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറൊന്നും അത് തന്നെയാണ്. ടാറ്റ വണ്ടിയെ തന്നെ നമുക്ക് നല്ല വിശ്വാസമാണ്. അവരുടെ ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വളരെയധികം നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. സെയിം ഹിയർ ഈ ഒരു വണ്ടിക്കും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഈ ഫേസ് ലിഫ്റ്റ് വേർഷനിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ABS, ESC, ഹിൽ ഹോൾഡ്, റിയർ ക്യാമറ, TPMS ഇതുപോലെയുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. സോ മിഡിൽ ക്ലാസ് ഫാമിലി ബയേഴ്സിന് ഇത് വലിയൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. ഇനി ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടിയാഗോ നൽകുന്ന ഫീച്ചേഴ്സ് വളരെ സർപ്രൈസിംഗ് ആണ്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ ക്ലസ്റ്റർ ഇസ് ദർ. ആൻഡ് ഓൾസോ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ആൻഡ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഇസ് അവൈലബിൾ. വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. അതിനോടൊപ്പം റിയർ ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതെല്ലാം വരുന്നുണ്ട്. സോ ബഡ്ജറ്റ് കാർ ആയിട്ടും പ്രീമിയം ഫീൽ നൽകാൻ ടാറ്റ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടൊക്കെ വരുന്നത്. ഇനി അടുത്തൊരു സെക്ഷനാണ് മെയിൻ്റനൻസ്. എല്ലാവർക്കും മെയിൻ്റനൻസിനെ കുറിച്ച് എപ്പോഴും ടെൻഷനാണ്. കാറ് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ അതിന് EMI ഒക്കെ അടയ്ക്കുന്നുണ്ടാവും. പക്ഷെ അതിന് മെയിൻ്റനൻസ് എങ്ങനെയാണ്, നമുക്ക് കിട്ടുമോ? ടാറ്റ സർവീസ് ചില സ്ഥലങ്ങളിൽ വളരെ നല്ല എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആവറേജ് കംപ്ലൈൻസ് ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ് വാങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെന്റർ ഒന്ന് റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഓവറോൾ മെയിൻ്റനൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാനേജബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ തന്നെയാണുള്ളത്. ഇനി ഫൈനൽ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. പ്രൈസ് ഡീറ്റെയിൽസ്. ഇപ്പൊ പ്രൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പെട്രോൾ മാനുവൽ വേരിയൻസ് വരികയാണെങ്കിൽ സ്മാർട്ട് വാരിയന്റിന് 4.69 ലക്ഷവും അതുപോലെ പ്യുർ വാരിയന്റിന് 5.49 ലക്ഷവും പ്യുർ പ്ലസിന് 5.99 ലാക്സും
Pure Plus A category 6.49 lakhs and Creative category 6.99 lakhs Creative Plus 7.29 lakhs വില വരുന്നത്. ടിയാഗോ ICNG വേർഷൻ ഏകദേശം 5.79 lakhs എക്സ് ഷോറൂം പ്രൈസിൽ ആരംഭിക്കുന്നുണ്ട്. സോ ഓൺ റോഡ് പ്രൈസ് ആൻഡ് സ്റ്റേറ്റ്സ് അനുസരിച്ച് ഈ ഒരു പ്രൈസിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാകാം. സോ ബേസ് മോഡൽ ഏകദേശം 5.5 lakhs rupees മുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടോപ്പ് മോഡൽ അതുപോലെ 8 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ റേഞ്ചിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ട് ഓഫീസിൽ പോകുന്നവർക്ക് അതുപോലെ സ്മോൾ ഫാമിലീസിന് ആൻഡ് സേഫ്റ്റി പ്രയോറിറ്റി നൽകുന്ന ബയേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു കാർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന വണ്ടി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി അതല്ല പ്യുവർ മൈലേജ് മാത്രം നോക്കുന്ന അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് അധികം വേണം, അതുപോലെ ഒരു നല്ലൊരു സ്പോർട്ടി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഹെവി പെർഫോമൻസ് കാറിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ഈ വണ്ടി നോക്കേണ്ട. ഓപ്പൺ ആയിട്ട് ഞാൻ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിരിക്കുകയാണ്. സോ ഈ 2 കാറ്റഗറിയിലുള്ളവർ ഇത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഓപ്ഷൻസിലേക്ക് പോകാം. ആൻഡ് ഇതിൻ്റെ ഒരു ഫൈനലായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ ടിയാഗോ ഈ ഒരു പൈസയ്ക്ക് വർത്ത് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിനൊരു ഒറ്റ ആൻസറേ ഉള്ളൂ, യെസ് എന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ മാത്രമാണ് ബഡ്ജറ്റ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ ഒരു ടാറ്റ ടിയാഗോ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണോ അല്ലെങ്കിൽ സ്വിഫ്റ്റ്, ബെലനോ അങ്ങനെയുള്ള മറ്റു ഓപ്ഷനിലേക്ക് പോകുന്നതാണോ നല്ലത്? അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് ന്യൂ അറൈവൽസ്, അപ്ഡേറ്റ്സ്, ഗവൺമെന്റ് സ്കീംസ് ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ റെഗുലറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. സ്മാർട്ട് ഡിസിഷൻ സ്റ്റാർട്ട് വിത്ത് റൈറ്റ് ഇൻഫോർമേഷൻ. സ്റ്റേ ട്യൂൺഡ് വിത്ത് ബോസ്വാല ഡെയിലി മലയാള യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.